കനത്ത മഴയിൽ വളാഞ്ചേരി കാവുംപുറത്ത് തോട് നിറഞ്ഞൊഴുകി വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ദുരിതത്തിലാണ് നാട്ടുകാർ. പ്രദേശത്ത് വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതിനാലാണ് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതായി പരാതിയുള്ളത്. കനത്ത മഴയിലെങ്ങും തോടും പുഴയും കരകവിഞ്ഞൊഴുകുകയാണ്. വളാഞ്ചേരി കാവുംപുറത്തെ വഴിത്തോടിൽ കനത്ത മഴയിൽ വെള്ളം നിറഞ്ഞതോടെ പ്രയാസത്തിലാണ് നാട്ടുകാർ. തോട്ടിലെ വെള്ളം പുറത്തേക്കൊഴുകിപ്പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പാലത്തിനു വേണ്ടി തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതിനാലാണ് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതായി പരാതിയുള്ളത്. തോടിനു കുറുകെ ചെറിയ പൈപ്പ് സ്ഥാപിച്ചതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുൻകാലങ്ങളിലൊന്നും തന്നെ ഇത്തരം വെള്ളക്കെട്ട് ഈ പ്രദേശത്ത് ഉണ്ടാകാറില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട് സുഗമമായി ഒഴുകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ KNRCയുടെ ദേശീയപാത 66ന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പ്രദേശങ്ങളിൽ പൈപ്പിട്ട് തോടിൽ മണ്ണിട്ട് പൈപ്പിട്ടിട്ടാണ് വെള്ളം പോകുന്നത്. അതിൽ കൊള്ളാത്ത ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. 2 വർഷത്തോളമായി ആ പ്രദേശത്തൊക്കെ തന്നെ കൃഷി നടത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ആ ഭാഗത്തൊക്കെ നിൽക്കുന്നത്. ഈ ഭാഗത്തും അതുപോലെ തന്നെ തോടിന് കുറുകെ 1 പൈപ്പ് 2 പൈപ്പൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ വെള്ളക്കെട്ട് ഈ രൂപത്തിൽ ഉണ്ടാവാൻ സാധ്യത വന്നത്. കനത്ത മഴയുണ്ടായാലും സാധാരണയായി പ്രദേശത്ത് ഇത്രയും വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. അത് ബന്ധപ്പെട്ട KNRC ആളുകളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവർ വരാൻ ഏറ്റിട്ടുണ്ട്. വരുന്ന മുറയ്ക്ക് അവരത് പരിഹരിച്ചതിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞു പോകൂ എന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ ഈ ആളുകളൊക്കെ തന്നെ നിൽക്കുന്നത്. അവരുടെ ആളുകളുടെ ഈ പ്രശ്നങ്ങളിലേക്കല്ല അവരുടെ കാര്യങ്ങൾ, അവരുടെ പണി കഴിഞ്ഞ് അവരങ്ങോട്ട് പോകുക എന്നുള്ള നിലവാരത്തിലേക്കാണ് അവരുടെ പ്രവർത്തികളൊക്കെ തന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ ആളുകളൊക്കെ തന്നെ സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വരും. പ്രദേശത്തെ കർഷകരും വെള്ളം നിറഞ്ഞതോടെ പ്രതിസന്ധിയിലാണ്. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.